ടാക്സി കയറി അങ്ങനെ നമ്മുടെ ഉമിത്തിൻ്റെ കാറിലാണ് പോണേ. എൻ്റെ പേര് ഉമിത്ത് എന്നാണ് ഇവൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വിട്ടു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ടൗൺ സെൻറ്ററിലോട്ട്. ടൗൺ സെൻറ്ററിൽ ചെന്നിട്ട് നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ ഹോട്ടലിൽ അടുത്ത 2 ദിവസം കഴിയുമ്പോൾ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ വന്ന് അവിടെ ബാഗ് വെച്ചിട്ട് നമ്മളത് കാണാൻ പോകാമെന്ന് കരുതിയാണ് ഇരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ പ്ലാന്. നല്ല സ്ട്രീറ്റുകളാണ്. 1, 2, 3, 4 വരിയൊക്കെ ഉണ്ട്. നല്ല നീറ്റാണ്. ഒത്തിരി തിരക്കൊന്നുമില്ല. സലാം അലൈക്കും. വെൽക്കം ടു ഉസ്ബെക്കിസ്ഥാൻ. ഇവിടുത്തെ സ്ട്രീറ്റൊക്കെ ഉണ്ട്. നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതെല്ലാം നനയ്ക്കുവാണ്. ഇവിടെ ഒരു ഷോപ്പിംഗ് സെൻ്ററാണെന്ന് തോന്നുന്നു കാണുന്നത്. നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട് ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ. ഒരു പ്രത്യേക രീതിയാണ്. ഇതുണ്ടോ, ഈ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടോ, ഒരു പ്രത്യേക രീതിയാണ് ആ ബിൽഡിങ്ങൊക്കെ. എയർടെല്ലിന് എഴുതി വെച്ചേക്കണേ, സിഗ്നലുകളും റോഡുകളും എല്ലാം നല്ല വലുതാണ്. ഇവിടെ ടൗണിൽ കൂടെ ഇപ്പോൾ ഈ റോഡിൽ കൂടെ 60 കിലോമീറ്ററാണ് സ്പീഡ് ലിമിറ്റ്. ഇവിടെ എല്ലാം കിലോമീറ്ററിലാണ്. സിറ്റി ആക്റ്റീവായി വരുന്നേ ഉള്ളൂ. ഇത് വലിയൊരു റൗണ്ട് അബൌട്ടാണ്. ടൗണിൻ്റെ ഒരു സൈഡിൽ 4 വരി പാതയാണ്. 1, 2, 3, 4 അങ്ങനെ 4 വരി പാതയാണ്. വെളുപ്പിന് 6:45 ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല എന്നാണ് ഈ ഡ്രൈവർ പറഞ്ഞത്. ഇവന് ഇംഗ്ലീഷൊന്നും അറിയത്തില്ല. പക്ഷേ നമ്മുടെ ആംഗ്യ ഭാഷയൊക്കെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ നമ്മുടെ മുമ്പിൽ പോണ ബാക്കിയുള്ളവർ മുമ്പിൽ കാണുന്ന കാറിലുണ്ട്. അവന് കുറച്ച് ബ്രോക്കൺ ഇംഗ്ലീഷ് അറിയാം. ഇവൻ്റെ വണ്ടിയിലൊരു ഡിവൈസ് ഇരിപ്പുണ്ട്. ആ ഡിവൈസിൽ ഇരിക്കണതാണ് ഡിവൈസ്. ആ ഡിവൈസിൽ ക്യാമറ ഉള്ളത് പറയും. അതിന് ടൗണിലെ സ്പീഡും എല്ലാം കാണിക്കും. ഈ ഡിവൈസിൽ ഒരു തവള കരയണ പോലെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് അതിൽ നിന്ന് ക്യാമറ വരുമ്പോൾ. അങ്ങനെ ഉസ്ബെക്കിസ്ഥാൻ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് ഉസ്ബെക്കിസ്ഥാൻ ഹോട്ടൽ. നമ്മളിവിടെ താമസിക്കാൻ വേണ്ടി ഒരു ദിവസം ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. പണ്ട് സോവിയറ്റ് കാലത്ത് വലിയ നേതാക്കന്മാരും ഒക്കെ താമസിച്ചുകൊണ്ടിരുന്നതാണ് ഈ ഹോട്ടൽ. സോവിയറ്റ് യൂണിയൻ്റെ വലിയ ഭരണാധികാരികളെല്ലാം വന്ന് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ആ ഹോട്ടലാണിത്. ഇന്നും ആ പ്രൗഢിയോടുകൂടി ഇങ്ങനെ നിൽക്കുവാണ്. 10-20 നിലയുണ്ടെന്ന് തോന്നുന്നു. അവിടെ പോയി നോക്കിയാൽ അറിയാം എത്രയാണ്. സ്പീക്ക് നൗ. അസ്സലാമു അലൈക്കും. കൈഫ ഹാലിക്? Do you want to speak anything else? Do you want to speak English? Okay, no Russian, problem. not problem. No problem. Turkish, not problem. You can speak Russian as well. Всем привет. അമൂർ തിമൂർ എന്ന് പറയുന്ന പാർക്കാണ് ഈ നേരെ ഫ്രണ്ടിൽ കാണുന്നത്. ഈ ഉസ്ബെക്കിസ്ഥാൻ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നേരെ ഫ്രണ്ടിൽ അമൂർ തിമൂറാണ്. അത് കഴിഞ്ഞാൽ ടാഷ്കെൻറ്റ് സിറ്റിയാണ്. ആ ബിൽഡിംഗ് ആണ്. അവിടം വരെയും പോകണം. ഏതാണ്ട് 2 കിലോമീറ്റർ ഉണ്ടാവും അവിടം വരെ നടക്കാൻ. ഹോട്ടലിൻ്റെ പ്രതാപമൊക്കെ ഇപ്പോഴും അതേപടിയുണ്ട്. പക്ഷേ അടുത്ത് വരുമ്പോൾ ഫിനിഷിങ് കുറവാണ്. പൈപ്പുകളൊക്കെ പുറത്തോടെ വെക്കണത് കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത്
ഉസ്ബെക്കിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായ ടാഷ്കൻഡിലാണ്. ടാഷ്കൻഡുമായി നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ചരിത്രപരമായും രാഷ്ട്രീയമായും നിരവധി ബന്ധങ്ങൾ നമുക്കുണ്ട്. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടാഷ്കൻഡ് എന്ന പേര് എൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഓർക്കുന്നത് ഞാൻ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണ യോഗം നടന്നത് ഈ ടാഷ്കൻഡിൽ വെച്ചാണ്. 1920 സഖാവ് MN റോയിയുടെ നേതൃത്വത്തിൽ അന്ന് 7ഓളം പേരടങ്ങുന്ന ടാഷ്കൻഡ് ഗ്യാങ് എന്ന് വിളിച്ചിരുന്ന ആ 7ഓളം പേരടങ്ങുന്ന ആ സംഘമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം നടത്തിയത്. അത് ഈ ടാഷ്കൻഡിൽ വെച്ചായിരുന്നു. മറ്റ് ഒരു സുപ്രധാന കാര്യം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണത്തിന് ശേഷം ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വന്ന ലാൽ ബഹാദൂർ ശാസ്ത്രി, അദ്ദേഹം 1965 ഇന്ത്യ പാക് യുദ്ധത്തോടനുബന്ധിച്ച് അന്നത്തെ സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡൻറ്റ് വിളിച്ചു ചേർത്ത ഒരു സമാധാന ഉടമ്പടി പ്രകാരം 1966 ടാഷ്കൻഡിൽ വരികയുണ്ടായി. ഇവിടെ വച്ചാണ് അന്ന് സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ സമാധാന കരാറുണ്ടാക്കുന്നതും അന്ന് ഇവിടെ വച്ചാണ് ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനവും എടുക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. 1966 അന്ന് എടുത്ത തീരുമാനത്തിൻ്റെ പേരിൽ ലാൽ ബഹാദൂർ ശാസ്ത്രിയെ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തുള്ള പല പ്രമുഖരും ഒരുപാട് ആരോപണങ്ങൾ ഏൽപ്പിക്കുകയുണ്ടായി. അന്ന് ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്ത പാക് പ്രദേശങ്ങളെല്ലാം വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സമാധാന കരാറായിരുന്നു അന്ന് ശാസ്ത്രി ഇവിടെ ഒപ്പുവെച്ചത്. അതിൻ്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ ശാസ്ത്രി കേൾക്കുകയുണ്ടായി. ഈ സമാധാന കരാർ ഒപ്പുവെച്ചതിൻ്റെ പിറ്റേന്ന് അന്ന് രാത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിക്ക് ഈ ടാഷ്കൻഡിൽ വെച്ച് ഒരു ഹൃദയാഘാതമുണ്ടാകുകയും അതേ തുടർന്ന് അദ്ദേഹം ഇവിടെ വെച്ച് മരണപ്പെടുകയും ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ട് അന്നത്തെ പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായിരുന്ന അയൂബ് ഖാൻ ശവമഞ്ചവും ചുമന്നുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയെല്ലാം വളരെ ചരിത്ര പ്രസിദ്ധമാണ്. നമ്മളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ലാൽ ബഹാദൂർ ശാസ്ത്രിയുമായി ഒരു പ്രധാനപ്പെട്ട ഒരു ബന്ധം ഈ ടാഷ്കൻഡിനുണ്ട്. അതിനോടുള്ള ഒരു ആദരസൂചകമെന്നോണം ഇവിടെ ഒരു സ്ട്രീറ്റിന് ശാസ്ത്രി സ്ട്രീറ്റ് എന്ന പേര് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ശാസ്ത്രിജിയെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലൊരു പ്രതിമയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിലാണ് ഇവരിത് പരിപാലിച്ചു കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം മാർബിളിൽ പണിത ഒരു പ്രതിമ. അതിൽ അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവെല്ലാം അടയാളപ്പെടുത്തിയിരിക്കുന്നു. ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം വെച്ച്, പൂക്കളെല്ലാം വെച്ച് അലങ്കരിച്ചിരിക്കുന്ന ഒരു പ്രധാന ഇടമായിട്ടാണ് ഈ സ്ഥലത്തെ അവർ സംരക്ഷിച്ചു പോരുന്നത്. അപ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് ഈ പ്രദേശം, ഞങ്ങളുടെ ടാഷ്കൻഡ് യാത്ര ഞങ്ങൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ശാസ്ത്രിജിയോടുള്ള ആദരവ് രേഖപ്പെടുത്തുവാൻ കൂടി ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.